എന്തുകൊണ്ടാണ് നിങ്ങൾ ഇതുവരെ പിന്തുണച്ചവർ പോലും നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നത്? പറയാമോ? പ്രസംഗം കഴിഞ്ഞോ? ഓക്കെ. അപ്പോൾ ഞങ്ങൾ അഭിപ്രായം പറയുമ്പോൾ അത് പുച്ഛം, ഞങ്ങൾ അഭിപ്രായം പറയുമ്പോൾ അത് ജനവിരുദ്ധം, ഞങ്ങൾ അഭിപ്രായം പറയുമ്പോൾ അത് തെറ്റിദ്ധരിപ്പിക്കൽ. പക്ഷെ നിങ്ങൾ അഭിപ്രായം പറയുമ്പോൾ അത് ജനാഭിലാഷം. ആ ധാരണയൊന്നും വേണ്ട. ഈ മാധ്യമ പ്രവർത്തകർ വരച്ചു തന്ന പച്ചപ്പരവതാനിയിലൂടെ സഞ്ചരിച്ചതല്ല കേരളത്തിലെ ഇടതുപക്ഷവും CPM-ഉം. ഞങ്ങൾക്ക് കൃത്യമായി ധാരണയുണ്ട് ഓരോ പ്രശ്നങ്ങളിലും എങ്ങനെയാണ് ഇടപെടുന്നത്. ഞാൻ ചോദിച്ചത് സ്മൃതി പരുത്തിക്കാട് എന്ന മാധ്യമ പ്രവർത്തക JP നന്ദ പറഞ്ഞത് കോട്ട് ചെയ്യാനല്ല. ഈ സമരസമിതിയുടെ ആളായിട്ട് ഇവിടെ വന്നിരിക്കുന്ന പ്രതിനിധിയോട് ഒരു വാക്ക് നിങ്ങൾക്ക് ചോദിക്കാമല്ലോ. എന്തുകൊണ്ട് കേന്ദ്രത്തിനെതിരെ ഒരു മുദ്രാവാക്യം നിങ്ങൾ ഉന്നയിക്കുന്നില്ല? താങ്കൾ ചോദിച്ചെങ്കിൽ ഒരു ക്ലിപ്പ് ഒന്ന് കാണിക്കാമോ? ഒരു ക്ലിപ്പ് താങ്കൾക്ക് കാണിക്കാമോ? താങ്കൾ ചോദിച്ചിട്ടില്ല. താങ്കൾ ഓരോ ചർച്ചയിലും CPM അക്യൂസേഷൻ നടത്താനുള്ള മാർഗം മാത്രമാണ് നടത്തിയത്. തെറ്റിദ്ധരിപ്പിക്കാനോ? ഇല്ലില്ല. നിങ്ങൾ സ്പോൺസേഡ് ചർച്ചയുടെ ആളാണ്. നിങ്ങൾ ചെയ്യുന്നത് ഈ ചർച്ചയെ സമരസമിതിയുടെ ആളുകളെ ഒരു വാക്ക് കേന്ദ്ര ഗവൺമെന്റിനെ പറയാൻ നിങ്ങൾ 2% വരുന്ന മിനി 26,450 പേർ വരുന്ന നിങ്ങൾ, അതിൽ തന്നെ പലരും ഇപ്പോൾ സമരം വിട്ടു പോയി കഴിഞ്ഞിരിക്കുന്നു. ഈ തുച്ഛമായ ഈ സംഖ്യയും വെച്ച് നിങ്ങൾ ഇത്ര കുറച്ചു പേരെ നിങ്ങളെ എന്തിനാണ് പിന്നെ ചർച്ചയ്ക്ക് വിളിച്ചത്? ധനമന്ത്രി എന്തിനാണ് ചർച്ചയ്ക്ക് വിളിച്ചത്? ഇത്ര പുച്ഛമാണെങ്കിൽ അരുൺകുമാർ കുറഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കണക്കെടുക്കുകയാണ്. എനിക്കറിയില്ല. ഇന്നിപ്പോ എല്ലാ പ്രദേശങ്ങളിലും നാളെ ഒരു കേന്ദ്ര സർക്കാരിനെതിരെ ഒരു സമര പരിപാടി നടത്തുന്നുണ്ട്. ആശാ വർക്കർമാരുടെ വീടുകൾ കയറി പറയുന്നത്, നിങ്ങൾ ഇനി മുതൽ സമരത്തിന് പോകരുത്, നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്തു തരാം, നിങ്ങളുടെ ഓണറൊക്കെ കൂട്ടിത്തരാം, അതുകൊണ്ട് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷനുമായിട്ടുള്ള ബന്ധമൊക്കെ അവസാനിപ്പിച്ച് നാളെ നിങ്ങൾ ഹെഡ് പോസ്റ്റ് ഓഫീസ് അതുപോലുള്ള പോസ്റ്റ് ഓഫീസ് മാർച്ചിന് നിങ്ങൾ വരണമെന്ന് നമ്മൾ ഈ സംസാരിക്കുന്ന നിമിഷം വിവിധ പ്രദേശങ്ങളിൽ ഇറങ്ങി നടന്ന് പറയാണ് ഈ 2% കുറയ്ക്കാൻ. എന്തൊക്കെയാണ് എന്റെ അരുൺകുമാറെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ നിങ്ങളുടെ രാഷ്ട്രീയം പറയൂ, നിങ്ങളുടെ നിലപാട് പറയൂ. നിങ്ങൾ എന്തിനാണ് ഈ പണികളെല്ലാം ചെയ്തത്? ഒരു വശത്ത് സർക്കാർ രേഖകൾ വെച്ചുകൊണ്ട് എന്റെ നിലപാട് പറയുന്നതിന് എനിക്ക് താങ്കളുടെ അനുവാദം വേണ്ട. നിങ്ങൾ 9 ആശാവർക്കേഴ്സിനെ കൊണ്ടുവന്നിരുത്തിയാലും 9 നേതാക്കന്മാരെ കൊണ്ടുവന്നിരുത്തിയാലും എന്റെ നിലപാട് പറയാൻ എനിക്ക് താങ്കളുടെ അനുവാദം വേണ്ട. മാന്യമായി അന്തസ്സായി നിലപാട് പറയും. ഇങ്ങോട്ട് വേണ്ട, ഇങ്ങോട്ട് പറയാം. എന്റെ നിലപാട് എന്റെ പാർട്ടിയുടെ നിലപാടാണ് പറയണേ. എന്റെ പാർട്ടിയുടെ നിലപാട് പറയാൻ താങ്കളുടെ അനുവാദം വേണ്ട. അത് പറയും, അന്തസ്സായി പറയും. ആങ്കറുടെ പിന്തുണ വേണ്ട, മറ്റ് ചർച്ചയിൽ പങ്കെടുക്കുന്നവരുടെയും പിന്തുണ വേണ്ട. എന്റെ നിലപാട് ഞാൻ പറഞ്ഞോളാം, കൃത്യമായി പറയും. അതിന് ആരുടെയും സർട്ടിഫിക്കറ്റ് എനിക്ക് വേണ്ട. എനിക്കൊരാളുടെ പിന്തുണ വേണ്ട, അതിന് ഇങ്ങോട്ടും വേണ്ട. അത് തന്നെ എനിക്കും പറയാനുള്ളൂ. എന്റെ നിലപാട് പറയുന്നതിൽ താങ്കളുടെ വേണ്ട. എന്റെ നിലപാട് എനിക്ക് പറയുന്ന അനുവദിച്ച സമയത്ത് ഞാൻ പറയും. ഒരു ധൈര്യക്കുറവില്ല പറയാൻ. നിങ്ങൾ എത്ര സമരസമിതിയെ കൊണ്ടുവന്നിരുത്തിയാലും എന്റെ നിലപാട് പറയും. അത് പറയാനാണ് എന്റെ പാർട്ടി നടത്തിയിരിക്കുന്നത്. ആ ചുമതല ഞാൻ നിർവഹിക്കും. എനിക്ക് സർട്ടിഫിക്കറ്റ് വേണ്ട. വിജയരാഘവൻ പറഞ്ഞവരെ പിന്തുണയ്ക്കുന്നുണ്ടോ അരുൺകുമാർ? വിജയരാഘവൻ പറഞ്ഞതിനെ പിന്തുണയ്ക്കുന്നുണ്ടോ? ക്യാഷ് കൊടുത്ത് ഇരുത്തുന്ന 500 പേരാണോ, ഇവിടെ നിന്നോ കൊണ്ടുവന്ന 500 പേരാണോ ഇപ്പോൾ അവിടെ നിരാഹാരം ഇരിക്കുന്നത്? അതൊരു 15 മിനിറ്റ് താങ്കൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പോയി നിന്നാ മനസ്സിലാവും ആ പറഞ്ഞ സത്യമാണോ. പങ്കെടുത്തുള്ളൂ. ഇവരെ പോലീസിന്റെ അടുത്തൊന്ന് റിപ്പോർട്ട് ചോദിക്കണം. കണ്ടാലറിയാവുന്ന 1500 പേർക്കെതിരെയൊക്കെ കേസെടുത്തിട്ടുണ്ട്. അത് ആരുടെയാണെന്ന് അറിയില്ല. ഇനി CIT നടത്തിയ സമരത്തിന്റെ കേസാണോന്ന് അറിയില്ല. അരുൺകുമാർ പറയുന്നതനുസരിച്ച് 400-ൽ താഴെയുടെ ആശമാരുള്ളൂ. പക്ഷെ പോലീസ് കേസെടുക്കണം. നിങ്ങളുടെ പോലീസിന്റെ കണക്കെടുപ്പും ശരിയല്ല. അതുകൊണ്ട് കണക്കുകൾ നിങ്ങളൊന്ന് ശരിയാക്കി വെക്കുക. നാട്ടുകാർ ചോദിക്കാറായി ഈ കണക്കുകളെല്ലാം. ഇതൊക്കെ കുറെ നാളായി കേൾക്കണോ. കഴിഞ്ഞ 35 ദിവസമായിട്ട് റെക്കോർഡ് ചെയ്ത ഈ സംഭാഷണം കേൾക്കുന്നുണ്ട്. ഇതൊക്കെ പൊതുസമൂഹത്തിന് ബോധ്യമുണ്ട് എത്ര പേര് സെക്രട്ടേറിയറ്റിന് മുന്നിലുണ്ടെന്ന്. 1500 ആണോ 2000 ആണോന്ന് കണക്ക് വിജയരാഘവന്റെ വാക്കുകളെ ശരിവെക്കുന്നുണ്ടോ നിങ്ങൾ പാർട്ടി ഒന്നാകെ?
ശ്രീ വിജയരാഘവൻ സഖാവ് പറഞ്ഞ വാക്ക് ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഒരു 15 മിനിറ്റ് താങ്കൾ ആ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പോയി നിന്നാൽ മതി. അതിൽ ആശാ വർക്കേഴ്സ് ആരാണ്, മറ്റ് സ്കീമിൽ ജോലി എടുക്കുന്നവരാരാണ്, പുറത്തുനിന്ന് വന്നവരാണ്, വൈകുന്നേരം തിരിച്ചു പോകുന്നവരാരൊക്കെയാണ് കൃത്യമായിട്ട് ബോധ്യപ്പെടും. CPM-ന്റെ നേതാക്കന്മാർ ഈ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്, മന്ത്രി ഇന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്, അത് കൃത്യമായി സത്യസന്ധമായ കാര്യങ്ങൾ ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. തനി രാഷ്ട്രീയം കളിച്ച് UDF-ഉം BJP-യും ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയത്തെ കേന്ദ്ര ഗവൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്ത ഒരു വാക്ക് പോലും പറയാതെ ഈ സമരസമിതിയുടെ നേതാക്കന്മാരും മാധ്യമ പ്രവർത്തകരും ഈ ചർച്ച നയിക്കുന്നവരും കേന്ദ്ര ഗവൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്ത് സംസ്ഥാന ഗവൺമെന്റിനെ അക്യൂസേഷൻ നടത്തുന്ന ഗൂഢാലോചനയാണ് ഈ സമരത്തിന്റെ പിന്നിലുള്ളത്. അത് ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. ശരി, അതാണ് CPM-ന്റെ വാദം. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.